നാളെ നടക്കുന്ന ഫയർ വുമൺ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെലക്റ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങൾ. അപ്പോൾ നാളെ പരീക്ഷ എഴുതുന്നവർ നിർബന്ധമായും നമ്മുടെ ഈ ഒരു ക്ലാസ് അവസാനം വരെ കാണുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാനൊന്ന് ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, 2025 ഹരിവരാസന പുരസ്കാര ജേതാവാരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. ഹരിവരാസന പുരസ്കാരം സ്ഥിരമായിട്ട് പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ 2025 ഹരിവരാസന പുരസ്കാര ജേതാവാരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ്? ബാനു മുഷ്താഖാണ്. 2025 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ്? ബാനു മുഷ്താഖാണ്. കൃതി ഏതാണ്? ഹാർട്ട് ലാമ്പ് എന്ന് പറഞ്ഞ കൃതിയാണ് കേട്ടോ, ഹാർട്ട് ലാമ്പ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ജേതാവാരാണ്? KG ശങ്കരപിള്ളയാണ്. നമുക്കറിയാം, നമ്മുടെ സാഹിത്യത്തിനുള്ള കേരളത്തിലെ സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ്? KG ശങ്കരപിള്ള. അപ്പോൾ 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവനാണ്. 2024 NS മാധവനും 2025 KG ശങ്കരപിള്ളയും മറന്നു പോരുത്. അടുത്തത് 2025 49ാമത് വയലാർ പുരസ്കാര ജേതാവാരാണ്? സന്തോഷ് കുമാറാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. നമുക്ക് വയലിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? ഒരു സന്തോഷമല്ലേ കിട്ടുന്നത്? അവിടുത്തെ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷവും മനസ്സിനൊരു കുളിർമയൊക്കെ അല്ലേ കിട്ടുന്നത്? അത് തന്നെ കണക്ട് ചെയ്ത് പഠിച്ചോളൂ. വയലിൽ കൂടെ നടക്കുമ്പോൾ സന്തോഷം കിട്ടും. അപ്പോൾ 2025 49ാമത് വയലാർ പുരസ്കാര ജേതാവാരാണ്? സന്തോഷ് കുമാറാണ്. കൃതി ഏതാണ്? തപോമയ്യുടെ അച്ഛൻ. 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാർക്കാണ്? മരിയ കൊറീന മച്ചാഡോയ്ക്കാണ്. 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് കേട്ടോ. അപ്പം നാളത്തെ പരീക്ഷയ്ക്ക് നോബൽ സമ്മാനത്തിൽ നിന്ന് 1 മാർക്ക് ഷുവറായിട്ടും ചോദിക്കുന്നതാണ്. നോബൽ സമ്മാനത്തിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ കോഡുകളൊക്കെ വെച്ച് വളരെ എളുപ്പത്തിൽ പഠിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം അതൊന്നും എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. 2025 നോക്കുക, 2024 2 നോബൽ പ്രൈസുകൾ നാളെ പഠിച്ചിട്ടേ പോകാവൂ പരീക്ഷയ്ക്ക്. ഉറപ്പായിട്ട് 1 മാർക്ക് ഷുവറായിട്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഇവിടെ ചോദിച്ചത്? 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാർക്കാണ്? മരിയ കൊറീന മച്ചാഡോയ്ക്കാണ്. ഇവരൊരു വെനസ്വേലൻ പൊതുപ്രവർത്തകയാണ് കേട്ടോ. വെനസ്വേലൻ പൊതുപ്രവർത്തകയാണ് നിലവിലെ. അതുപോലെ തന്നെ വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് മരിയ കൊറീന മച്ചാഡോ കേട്ടോ. പഠിച്ചു വെച്ചോളൂ. അടുത്ത ചോദ്യം, കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ക്യാൻസർ ബോധവൽക്കരണ പദ്ധതിയുടെ പേരെന്താ? പരിപാടി ഏതാണ്? ആരോഗ്യം ആനന്ദമാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ക്യാൻസർ ബോധവൽക്കരണ പരിപാടി ഏതാണ്? ആരോഗ്യം ആനന്ദം. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച AI ചാറ്റ് ബോട്ട് ഏതാണ്? DeepSeek ആണ് കേട്ടോ. ഇതൊരു അടുത്തിടെ നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. റിപ്പീറ്റ് ചെയ്യാം, പഠിച്ചു വെച്ചോളൂ. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച AI ചാറ്റ് ബോട്ട് ഏതാണ്? DeepSeek ആണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നാളത്തെ പരീക്ഷയ്ക്ക് 1 മാർക്ക് ചോദിക്കാൻ 99% ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. പഠിച്ചു വെച്ചോളൂ. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? രാംനാഥ് കോവിന്ദ് ആണ് കേട്ടോ. രാംനാഥ് കോവിന്ദ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? രാംനാഥ് കോവിന്ദ്. ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ദിവ്യ ദേശ്മുഖ് ആണ്. ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ദിവ്യ ദേശ്മുഖ്. യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗുജറാത്തിലെ മ്യൂസിയം ഏതാണ്? സ്മൃതി ഭവനാണ് കേട്ടോ. ഈ സ്മൃതി ഭവൻ എന്ന് പറയുന്നത് ഭൂകമ്പത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച മ്യൂസിയമാണ്. സ്മൃതി ഭവൻ കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗുജറാത്തിലെ മ്യൂസിയം ഏതാണ്? സ്മൃതി ഭവനാണ്. സ്മൃതി ഭവൻ്റെ പ്രത്യേകത എന്താണ്? ഭൂകമ്പത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച മ്യൂസിയമാണ്. നിലവിലെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSCയുടെ പുതിയ ഡയറക്ടർ ആരാണ്? ഡോക്ടർ A രാജരാജനാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടർ ആരാണ്? ഡോക്ടർ A രാജരാജനാണ്.
ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ് ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, പഞ്ചവടി എക്സ്പ്രസ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ് ആണ്. മുംബൈ മുതൽ മാൻഡ വരെയാണ് അതിൻ്റെ ഒരു ആ റൂട്ടിൽ ഓടുന്നൊരു എക്സ്പ്രസ് ആണ്. മുംബൈ മുതൽ മാൻഡ വരെ. മാൻഡയാണോ എന്നൊരു സംശയമുണ്ട്, ഞാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതിൻ്റെ ട്രെയിനിൻ്റെ റൂട്ട്. എന്തായാലും ഞാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ് ആണ്. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗശ്രീ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ് കേട്ടോ. പശ്ചിമ ബംഗാൾ പഠിച്ചു വെച്ചോളൂ. നമ്മുടെ അടുത്തുള്ള സംസ്ഥാനങ്ങളുടെയൊക്കെ പദ്ധതികൾ സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്, സാമൂഹ്യ പരിഷ്കരണ പദ്ധതികൾ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗശ്രീ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരെന്താണ്? ഗണതന്ത്ര മണ്ഡപം. ഗണതന്ത്ര മണ്ഡപം. ഗണതന്ത്ര മണ്ഡപം. അപ്പോൾ എന്താണ്? രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരെന്താണ്? ഗണതന്ത്ര മണ്ഡപം. ഗണതന്ത്ര മണ്ഡപം. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരമാരാണ്? മനു ഭാക്കറാണ്. ഷൂട്ടിംഗ് വിഭാഗത്തിൽ നിന്നാണ് കേട്ടോ. പഠിച്ചു വെച്ചോണം. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരമാരാണ്? മനു ഭാക്കറാണ്. ഏതാണ് വിഭാഗം? ഏതാണ്? ഷൂട്ടിംഗ് ആണ്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A. ഷാജഹാനാണ്. കേരളത്തിലെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A. ഷാജഹാനാണ്. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാരാണ്? V. സുനിൽകുമാറാണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ, കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാരാണ്? V. സുനിൽകുമാറാണ്. എക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കീതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. പഠിച്ചു വെച്ചോളൂ, ഒരു മാർക്ക് ഉറപ്പാണ്. എന്താണ്? എക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കീതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബെർണിഹട്ട് പട്ടണം ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിലാണ്. പഠിച്ചു വെച്ചോളൂ, ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബെർണിഹട്ട് പട്ടണം ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിലാണ്. 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ, നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. 2025-26 കേന്ദ്ര ബജറ്റിലെ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? 100 കാർഷിക ജില്ലകളാണ് ഉൾപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ഇനി റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, 2025-26 കേന്ദ്ര ബജറ്റിലെ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? 100 കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു. ആട്ടിടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? പഹൽഗാമാണ് കേട്ടോ. ആട്ടിടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്നത് എവിടെയാണ്? പഹൽഗാമാണ്. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? SDX-01 SDX-02 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്പാഡക്സ് ദൗത്യത്തെക്കുറിച്ചൊക്കെ നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ISRO ദൗത്യങ്ങൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2025 പ്ലേലിസ്റ്റിൽ കയറിയാൽ കാണാൻ സാധിക്കുന്നതാണ്. അത് മാക്സിമം ഒന്ന് കണ്ടിട്ട് പോകണം. അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്പാഡക്സ് അതുപോലെ തന്നെ ISRO പദ്ധതികളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ. അത് മാക്സിമം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കണം. അപ്പോൾ എന്താണ് ഇവിടുത്തെ ചോദ്യം? എന്താണ്? ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? SDX-01 അതുപോലെ തന്നെ SDX-02മാണ്. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന സംവിധാനത്തിൻ്റെ പേരെന്താണ്? S-400 ട്രിംഫ് ആണ് കേട്ടോ. S-400 ട്രിംഫ് ആണ്. ഇത് മേടിച്ചത് റഷ്യയിൽ നിന്നാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന സംവിധാനത്തിൻ്റെ പേരെന്താണ്? S-400 ട്രിംഫ് ആണ്. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ ചിത്രം ഏതാണ്? ഓൾ വി ഇമാജിനാസ് ലൈറ്റ് ആണ്. പായൽ കബാഡിയുടെ ആണ് സംവിധാനം.
അപ്പോൾ പഠിച്ചു വെച്ചോളൂ. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ ചിത്രം ഏതാണ്? ഓൾ വി ഇമാജിനാസ് ലൈറ്റ്. സംവിധായകൻ ആരാണ്? പായൽ കപാഡിയ. കേരളത്തിലെ ആദ്യ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? തലശ്ശേരിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? തലശ്ശേരിയിലാണ്. ഇന്ത്യയിലെ ആദ്യ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ്? ഹൈദരാബാദിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ക്യാൻസറിനുള്ള എൻഡറോമിക്സ് വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? റഷ്യയാണ് കേട്ടോ. റഷ്യയാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ക്യാൻസറിനുള്ള എൻഡറോമിക്സ് വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? റഷ്യയാണ്. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? നമ്മുടെ മോഹൻലാലും അതുപോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണനുമാണ്. അപ്പോൾ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? മോഹൻലാലും അടൂർ ഗോപാലകൃഷ്ണനാണ്. മോഹൻലാലിന് ഈ അടുത്തിടെയാണ് ലഭിച്ചത്. 2023 ദാദാ സാഹേബ് പുരസ്കാരം 2025 മോഹൻലാലിന് ലഭിച്ചത്. ആക്സിയം 4 മിഷൻ്റെ മിഷൻ കമാൻഡർ ആരാണ്? പെഗ്ഗി വിഡ്സൺ ആണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ. ആക്സിയം 4 മിഷൻ്റെ മിഷൻ കമാൻഡർ ആരാണ്? പെഗ്ഗി വിഡ്സൺ ആണ്. ക്ലാസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൂടെ ഒന്ന് ശ്രമിക്കണേ. അപ്പോൾ അടുത്ത പോയിന്റിലോട്ട് പോവാം. കേരളത്തിലെ ആദ്യ AI ഇന്നൊവേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോടാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. കേരളത്തിലെ ആദ്യ AI ഇന്നൊവേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. ആസിയാൻ ഉച്ചകോടി 2025 വേദി എവിടെയായിരുന്നു? കോലാലംപൂർ, മലേഷ്യ. ആസിയാൻ ഉച്ചകോടി 2025 വേദി എവിടെയായിരുന്നു? കോലാലംപൂർ, മലേഷ്യയാണ്. 2025 18ാമത് IPL കിരീട ജേതാവാരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. 2025 18ാമത് IPL കിരീട ജേതാക്കൾ ആരായിരുന്നു? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം ഏതാണ്? ചെനാബ് റെയിൽവേ പാലമാണ്. അപ്പോൾ ചെനാബ് റെയിൽവേ പാലം, അഞ്ചീഗഡ് റെയിൽവേ പാലം, അതുപോലെ തന്നെ പുതിയ പാമ്പൻ പാലം, ഇവയെക്കുറിച്ചൊക്കെ നാളത്തെ പരീക്ഷയ്ക്ക് പോകുന്ന കൂട്ടുകാർ പഠിച്ചിട്ടേ പോകാവൂ. പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2025 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം ഏതാണ്? ചെനാബ് റെയിൽവേ പാലം. നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. 2025 BCCIയുടെ മികച്ച അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റ് താരത്തിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സ്മൃതി മന്ദാനയ്ക്കാണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ. 2025 BCCIയുടെ മികച്ച അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റ് താരത്തിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സ്മൃതി മന്ദാനയ്ക്കാണ്. പാമ്പ് വിഷബാധ രോഗമായി പ്രഖ്യാപിച്ച് വിജ്ഞാപനം ചെയ്ത സംസ്ഥാനം ഏതാണ്? കേരളമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. പാമ്പ് വിഷബാധ രോഗമായി പ്രഖ്യാപിച്ച് വിജ്ഞാപനം ചെയ്ത സംസ്ഥാനം കേരളം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായി കൃത്രിമ പല്ല് വെച്ചു കൊടുക്കുന്ന ധനസഹായ പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. അപ്പോൾ ഒന്നുകൂടെ പറയാം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായി കൃത്രിമ പല്ല് വെച്ചു കൊടുക്കുന്ന ധനസഹായ പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൻത ചുഴലിക്കാറ്റിൻ്റെ പേര് നൽകിയ രാജ്യം ഏതാണ്? തായ്ലൻഡാണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ. അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൻത ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? തായ്ലൻഡാണ്. ഈ മോൻത ചുഴലിക്കാറ്റിൻ്റെ മോൻത എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? മണമുള്ള പൂവാണ് കേട്ടോ. അപ്പോൾ മോൻതയുടെ അർത്ഥം എന്താണ്? മണമുള്ള പൂവാണ്. അപ്പോൾ മോൻത ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം തായ്ലൻഡുമാണ്. റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. 2026 ഫിഫ ലോകകപ്പ് വേദി എവിടെയാണ്? അമേരിക്ക, കാനഡ, മെക്സിക്കോ കേട്ടോ. അമേരിക്ക, കാനഡ, മെക്സിക്കോ ആണ് 2026 ഫിഫ ലോകകപ്പ് വേദികൾ. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പന്തിൻ്റെ പേരെന്താണ്? ട്രിയോണ്ടയാണ്. ട്രിയോണ്ട. 1 മാർക്ക് ഉറപ്പിച്ചോളൂ. പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പന്തിൻ്റെ പേരെന്താണ്? ഫുട്ബോൾ പന്തിൻ്റെ പേരെന്താണ്? ട്രിയോണ്ട. 2025 മെയ് 4 കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പൽ ഏതാണ്? MSC എൽസ 3 ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2025 മെയ് 4 കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പൽ ഏതാണ്? MSC എൽസ 3 ആണ്. ചെന്നൈ ആസ്ഥാനമായ സോഹോ കോർപ്പറേഷൻ വാട്സാപ്പിന് ബദലായി വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? അരാട്ടെ മെസ്സഞ്ചർ കേട്ടോ. അപ്പോൾ ചെന്നൈ ആസ്ഥാനമായ സോഹോ കോർപ്പറേഷൻ വാട്സാപ്പിന് ബദലായി വികസിപ്പിച്ച നമ്മുടെ ഇന്ത്യക്കാരുടെ ആപ്പാണ് അരാട്ടെ മെസ്സഞ്ചർ. അടുത്തിടെ ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആയത് ആരാണ്?
സനൈ തക്കായിച്ചിയാണ് കേട്ടോ, സനൈ തക്കായിച്ചിയാണ്. അപ്പം അടുത്തിടെ ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആയതാരാണ്? സനൈ തക്കായിച്ചിയാണ്. പരിസ്ഥിതി സംരക്ഷണ ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് പച്ചത്തുരുത്ത് പദ്ധതി. പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? പച്ചത്തുരുത്ത് പദ്ധതി. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടുപിടിച്ച് കർശന നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ ഡി ഹണ്ട്? നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടുപിടിച്ച് കർശന നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി ലൈനർ ഫ്രീ ഫ്ലോ ടോൾ പ്ലാസ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോൾ പ്ലാസ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. 2025 ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റ് ടൂർണമെൻറ്റിലെ താരമാരാണ്? ടൂർണമെൻറ്റിലെ താരമായിട്ട് അഥവാ പരമ്പരയിലെ താരമായിട്ട് തിരഞ്ഞെടുത്തത് അഭിഷേക് ശർമ്മയാണ്, നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള അഭിഷേക് ശർമ്മ. അപ്പോൾ 2025 ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റിലെ ടൂർണമെൻറ്റിലെ താരമായിട്ട് തിരഞ്ഞെടുത്തത് അഭിഷേക് ശർമ്മയാണ്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലത്താണ്. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി എവിടെയാണ്? കൊല്ലത്താണ്. ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന. 17ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി റിയോ ഡി ജനീറോ ബ്രസീലാണ്. 17ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി റിയോ ഡി ജനീറോ ബ്രസീലാണ്. 18ാമത്, അതായത് 2026 നടക്കുന്ന 18ാമത് ബ്രിക്സ് ഉച്ചകോടി വേദിയാകുന്നത് നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. ഓഗസ്റ്റ് 25 മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്രയാണ്? 50% കേട്ടോ, 50%. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഗസ്റ്റ് 25 മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്രയാണ്? 50%. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായികതാരന്മാരാണ്? PR ശ്രീജേഷ്. കേരളത്തിലെ സ്കൂൾ അധ്യാപകർക്ക് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പരിശീലനം നൽകിയത് ഏത് സ്ഥാപനമാണ്? കൈറ്റാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൈറ്റാണ്. അപ്പോൾ എന്താണ്? കേരളത്തിലെ സ്കൂൾ അധ്യാപകർക്ക് AI പരിശീലനം നൽകിയത് ഏത് സ്ഥാപനമാണ്? കൈറ്റാണ്. ലോകത്തിൽ ആദ്യമായി സമ്പൂർണ്ണമായും ഹൈഡ്രജൻ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. അപ്പോൾ എന്താണ്? ലോകത്ത് ആദ്യമായി സമ്പൂർണ്ണമായും ഹൈഡ്രജൻ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം ജർമ്മനിയാണ്. സ്ത്രീകൾക്ക് രാത്രിയിൽ സുരക്ഷിതത്വവും നിർഭയമായും സഞ്ചരിക്കുന്നതിന് കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് നിഴൽ പദ്ധതി. സ്ത്രീകൾക്ക് രാത്രിയിൽ സുരക്ഷിതവും നിർഭയവുമായി സഞ്ചരിക്കുന്നതിന് വേണ്ടി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിഴൽ പദ്ധതി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത്. അതായത് നാളെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട സെലക്റ്റഡ് കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാർക്കുകൾ വരുന്നതാണ്. അതുകൂടാതെ തന്നെ നാളത്തെ പരീക്ഷയ്ക്ക് എഴുതുന്നവർ നോബൽ പ്രൈസ് 2025-24 നോബൽ പ്രൈസ്, ISRO പദ്ധതികൾ, സ്പോർട്സ്, അതുപോലെ തന്നെ ചെനാബ്, അഞ്ചിഗഡ്, അതുപോലെ തന്നെ പുതിയ പാമ്പൻ പാലത്തിൻ്റെ ക്ലാസ് തുടങ്ങി നിരവധി അവാർഡുകൾ, ഫിലിം അവാർഡ്സ്, അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ്സ്, ഇതിൻ്റെ എല്ലാം ക്ലാസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കറണ്ട് അഫയേഴ്സ് 2025 എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ് കാണാൻ സാധിക്കുന്നതാണ്. ഒരുപാട് കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ. അപ്പോൾ മാക്സിമം കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നാളെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അതുപോലെ തന്നെ വീഡിയോ ഇതുവരെ കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നാളെ പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റും നേരുന്നു. അപ്പോൾ നല്ല രീതിയിൽ പരീക്ഷ എഴുതിയിട്ട് പോവാം. താങ്ക് യു ഓൾ.